ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. വെങ്കുശ സന്നിധിയിൽ മാതാവായി എന്നറിയുന്ന നിമിഷം സ്ത്രീ അനുഭവിക്കുന്ന ആനന്ദം എങ്ങനെ വിവരിക്കുവാൻ? ഇവിടെ ഇതാ ശ്രീ ഭഗവാൻ തന്നെ പുത്രനായി പിറന്നിരിക്കുന്നു. ആ ഓമൽ തിരുമേനി ഒരു നിമിഷം തലോടി യാത്ര തുടരാൻ നിൽക്കുന്ന ഭർത്താവിനെ ഭാര്യ നോക്കി. ആ മുഖത്തെ നിശ്ചയദാർഢ്യം, വിരക്തിഭാവം ദേവഗിരിയമ്മ ശരിക്കും ഉൾക്കൊണ്ടു. പിന്നീട് ആലിലകൾ കൊണ്ടൊരു മെത്ത ഒരുക്കി അതിൽ പൊന്നോമനയെ കിടത്തി. ചേലയുടെ ഒരറ്റം കീറിയെടുത്ത് കുഞ്ഞിന്റെ ശരീരം കഴുത്തറ്റം വരെ മറച്ച് ദേവഗിരിയമ്മ മെല്ലെ പിന്നോട്ട് ചുവടുകൾ വെച്ചു. അതോടെ ഈശ്വരനെ പുത്രനായി ലഭിച്ച ആ അമ്മയുടെ മാതൃധർമ്മം പൂർത്തിയാകുകയായിരുന്നു. ഇതിനോടകം യാത്രയ്ക്കായി എഴുന്നേറ്റ ഭർത്താവിനെ പ്രസവാലസ്യം കൂടി വകവയ്ക്കാതെ ദേവഗിരിയമ്മ നിറമിഴികളോടെ പിന്തുടർന്നു. അതാണ് ഭാര്യയ്ക്ക് ചെയ്യുവാനുള്ളത്. ജീവനുള്ള കാലം വരെ ഭർത്താവിനോടൊപ്പം കഴിയുക. ഭാര്യാധർമ്മത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കുവാൻ ദേവഗിരി അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. പതിയുടെ പാതയിലൂടെ ആ പതിവ്രത നീങ്ങി. ഇനി അങ്ങോട്ടുള്ള അവരുടെ കഥ അജ്ഞാതം. ഇനിയുള്ള മറ്റൊരു പുണ്യകഥയ്ക്കായിട്ടാണല്ലോ ആ പിഞ്ചു കുഞ്ഞിനെ ദേവഗിരിയമ്മ ഭർത്തൃശാസനപ്രകാരം വനത്തിൽ ഈശ്വരനെ ഏൽപ്പിച്ചത്. അവർ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുഹമ്മദീയൻ ഭാര്യയോടൊപ്പം കുതിരവണ്ടിയിൽ അതുവഴി വന്നു. ഭാര്യയ്ക്ക് മൂത്രശങ്ക. അദ്ദേഹം വണ്ടി നിർത്തി. ആ ദിവ്യനാടകത്തിന്റെ അടുത്ത രംഗത്തിന് തുടക്കമിട്ട് ആലിലക്കിടക്കയിൽ കിടത്തിയിരുന്ന കുഞ്ഞ് ശബ്ദിച്ചു. മൂത്രശങ്ക തീർക്കാൻ ഇറങ്ങിയ സ്ത്രീ അതിശയത്തോടെ ചുറ്റിനും നോക്കി. കാട്ടിൽ കുഞ്ഞോ? അവർ കുഞ്ഞിനെ കണ്ടെത്തി. ഏതാനും നിമിഷം മുമ്പ് മാത്രം ജനിച്ച കുഞ്ഞാണിതെന്ന് മനസ്സിലായി. അവർ ചോരക്കുഞ്ഞിനെ വാരിയെടുത്തു. തിടുക്കത്തിൽ ഭർത്തൃസമീപം എത്തി. കുഞ്ഞിന്റെ അമ്മ ഉടൻ വരുമെന്ന പ്രതീക്ഷയിൽ അവർ ഏറെ നേരം കാത്തിരുന്നു. ആരും വന്നില്ല. സന്താനങ്ങളില്ലാത്ത തങ്ങൾക്ക് സർവശക്തൻ കനിഞ്ഞേകിയ പൊന്മണി മുത്താണി കുഞ്ഞെന്ന് അവർ ഒടുവിൽ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഘോരവിപിനത്തിൽ ഇങ്ങനെയൊരു കുഞ്ഞ് എങ്ങനെ വരും? ഒരപകടവും പറ്റാതെ ഇങ്ങനെ എങ്ങനെ കിടക്കും? ആ ദമ്പതികൾ നവജാത ശിശുവിനെയും കൊണ്ട് യാത്രയായി. അവർ കുഞ്ഞിന് പേരിട്ടു ബാബു. മിടുക്കനായി ബാബു വളർന്നു. ഇതിനിടയിൽ വളർത്തച്ഛൻ മരണമടഞ്ഞു. അതോടെ വളർത്തമ്മയ്ക്കായി ബാബുവിൻ്റെ പൂർണ്ണ ചുമതല. അസാധാരണ വൈഭവത്തോടെ കുഞ്ഞു വളർന്നു. അവൻ്റെ രീതികൾ പലപ്പോഴും വളർത്തമ്മയെ ആശയക്കുഴപ്പത്തിലാക്കി. മസ്ജിദിലിരുന്ന് ശിവലിംഗത്തിൽ ആരാധന നടത്തുന്ന വിചിത്ര ബാലൻ, ക്ഷേത്രത്തിലിരുന്ന് പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്ന വിചിത്ര ബാലൻ, ഇത്തരം സ്വഭാവങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ചിലർ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. മകനെ എങ്ങനെ ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കും? അവനെ എങ്ങനെ നേർവഴി കാണിക്കും എന്ന കാര്യത്തിൽ ആ അമ്മ വ്യാകുലയായി. ലോകത്തിന് നേർവഴി അരുളാൻ വന്ന ഈശ്വരനെ നേർവഴി നയിക്കാനാണല്ലോ പലപ്പോഴും നാം തുനിയാറ്. പക്ഷേ ഏതു സാഹചര്യത്തിലും ഈശ്വര സങ്കല്പം ശക്തമായിരിക്കും. ഇവിടെ അത് അങ്ങനെ തന്നെ ഭവിക്കുകയും ചെയ്തു. കാലം അതിനുള്ള കളമൊരുക്കി. ഒരിക്കൽ ബാബു കൂട്ടുകാരുമൊത്ത് ഗോട്ടി കളിക്കുന്ന സമയം. കളിയിൽ ബാബു ജയിച്ചു. കൂട്ടുകാരൻ്റെ കയ്യിൽ ഇനി ഒരൊറ്റ ഗോട്ടിയില്ല. കുട്ടികളല്ലേ, പോരാത്തതിന് കളിയുടെ വാശിയും. ഒരു ബാലൻ വീട്ടിലേക്ക് ഓടി. തിരിച്ചു വന്നത് വീട്ടിൽ പൂജിച്ചു കൊണ്ടിരുന്ന സാളഗ്രാമവുമായി. അങ്ങനെ കളി വീണ്ടും തുടങ്ങി. ആ കളിയിലും ബാബു ജയിച്ചു. അവൻ സാളഗ്രാമം കരസ്ഥമാക്കി. കയ്യിൽ കിട്ടിയ സാളഗ്രാമം ആ നിമിഷം തന്നെ ബാബു വിഴുങ്ങുകയും ചെയ്തു. ഇത് കണ്ട് കൂട്ടുകാരിൽ പലരും പരിഭ്രമിച്ചു. മുസ്ലിം ബാലൻ സാളഗ്രാമം വിഴുങ്ങുക! ഹോ, മഹാപാപം! നിമിഷങ്ങൾക്കകം അക്കഥ പാട്ടായി. സാളഗ്രാമത്തിന്റെ ഉടമയായ വീട്ടുകാരി കോപതാപങ്ങളോടെ പാഞ്ഞെത്തി. ഒന്നും അറിയാത്ത മട്ടിൽ ബാലനായ ബാബു നിന്നു. വേഗം എൻ്റെ സാളഗ്രാമം തരിൻ! അവർ അലറി. ബാബു അക്ഷോഭ്യനായി നിലകൊണ്ടു. ബാലന്റെ മൗനത്തിൽ അസഹിഷ്ണുവായി അവർ അട്ടഹസിച്ചു. വാ തുറക്ക്, ഞാൻ കാണട്ടെ! ബാബു മെല്ലെ വായ തുറന്നു. അവർ സാളഗ്രാമം കാണാനായി വായിലേക്ക് നോക്കി. പെട്ടെന്ന് അവരുടെ മുഖം വിളറി, നാവ് വരണ്ടു, തൊണ്ടയിടറി. ബാലന്റെ വദനകുഹരത്തിൽ മറ്റൊരു പ്രപഞ്ചം. ഇത്രയും നാൾ കേട്ടിട്ടുള്ള ദശാവതാരമൂർത്തികൾ ആ വായ്ക്കുള്ളിൽ മിന്നിമറഞ്ഞു. അവർ തളർന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് കുത്തിയിരുന്നു. മായാതീതമായ ദർശനം മായാമോഹിതർക്ക് താങ്ങാനാവില്ല. ബാബു ശാന്തനായി പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ പൂജാമുറിയിൽ സാളഗ്രാമം ഇരിപ്പുണ്ട്. അങ്ങോട്ട് ചെന്നു നോക്കൂ. ഒരക്ഷരം മുരിയാടാതെ അവർ നടന്നു. വീട്ടിലെ പൂജാമുറിയിൽ എല്ലാം പഴയപടി തന്നെ. സാളഗ്രാമവും അവിടെയുണ്ട്. അവരിൽ ജ്ഞാനം ഉദിച്ചു. ആ കുഞ്ഞ് ദിവ്യൻ തന്നെ, വന്ദിക്കപ്പെടേണ്ടവൻ. അവർ തിടുക്കത്തിൽ തിരിച്ചെത്തി. ബാലന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതയായി.
ഈ സംഭവത്തോടെ ബാബുവിന്റെ വളർത്തമ്മ ഒറ്റപ്പെട്ടു. ഇരു സമുദായക്കാരും അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നാട്ടുകാരെ വെറുപ്പിച്ച് തനിക്ക് ഇവിടെ തങ്ങാനാവില്ല, കുട്ടിയുടെ ഭാവിയും അപകടത്തിലാവും. ഇങ്ങനെ വിഷാദിച്ചിരിക്കുമ്പോഴാണ് ഷേലു എന്ന സ്ഥലത്തുള്ള ഒരു സന്യാസി ശ്രേഷ്ഠന്റെ കാര്യം ഓർമ്മ വന്നത്. വെങ്കുശൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. പരമപരിശുദ്ധനായ സന്യാസി. അദ്ദേഹത്തിന്റെ ആശ്രമത്തെക്കുറിച്ചും നല്ല അഭിപ്രായമായിരുന്നു. തന്റെ പുത്രൻ അവിടെ സുരക്ഷിതനായി വളരുമെന്ന് ആ അമ്മയ്ക്ക് തോന്നി. പിറ്റേ ദിവസം തന്നെ അവർ യാത്ര ആരംഭിച്ചു. ബാലൻ ആ യാത്രയിൽ ആഹ്ലാദവാനായിരുന്നു. ആശ്രമ സമീപം എത്തിയപ്പോൾ വളർത്തമ്മ അത്ഭുതപ്പെട്ടു പോയി. വന്ധ്യനായ സന്യാസി വെങ്കുശമുനി തങ്ങളെ കാത്തിരിക്കുന്നു. ബാലൻ സമീപമെത്തിയപ്പോൾ മുനിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ശരീരം വിറപൂണ്ടു. തിരമാല പോലെ കുതിച്ചുയരുന്ന ആനന്ദമടക്കാൻ വല്ലാതെ പാടുപെടുകയായിരുന്നു ആ മഹാത്മാവ്. ബാബുവിനെ നിറമിഴികളോടെ അദ്ദേഹം തലോടി. പിന്നെ വളരെ ഭക്തിപൂർവം ബാലനെ സ്വീകരിച്ച് ആനയിച്ച് ഗുരുനാഥൻ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. വളർത്തമ്മ വിസ്മയത്തോടെ എല്ലാം കണ്ടു നിന്നു. തൻ്റെ മകൻ ചെല്ലുന്നിടത്തെല്ലാം അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നു അവരോർത്തു. വെങ്കുശന്റെ മനസ്സിൽ താൻ തലേനാൾ കണ്ട സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ കൈലാസനാഥൻ അരികിൽ വന്ന് പ്രേമപൂർവ്വം അരുളി, നിന്റെ തപസ്സിന്റെ ഫലം സിദ്ധിക്കാനായി നാളെ രാവിലെ ഞാൻ ആശ്രമത്തിലെത്തും. അതോടെ സ്വപ്നദർശനം കഴിഞ്ഞു. പിന്നീട് ഉറങ്ങാനായില്ല. ഇനി എന്തിനു ഉറക്കം? നാളെ ശ്രീ പരമേശ്വരൻ തനിക്ക് ദർശനം നൽകുകയാണ്. രാവിലെ തന്നെയാണ് ബാലനും വളർത്തമ്മയും വന്നു ചേർന്നത്. ബാലന്റെ മുഖത്ത് വിളങ്ങുന്ന ശാന്തഗംഭീര ഭാവം, ധ്യാനത്തിലാണ്ടതുപോലുള്ള നേത്രങ്ങൾ. ജ്ഞാനിയായ വെങ്കുശന് ആളെ മനസ്സിലായി. ആഗതനായത് ശ്രീ പരമേശ്വരൻ എന്ന കാര്യത്തിൽ വെങ്കുശന് തെല്ലും സന്ദേഹമില്ല. സുരക്ഷിതമായ സ്ഥാനത്ത് തൻ്റെ മകൻ എത്തിയെന്ന ആശ്വാസത്തിൽ വളർത്തമ്മ മടങ്ങി. ഗുരുവിന് പുതിയ ശിഷ്യനോട് ഗുരുഭാവമല്ലായിരുന്നു. ബാബുവിനെ വെങ്കുശൻ എത്രയധികം സ്നേഹിച്ചു, ആദരിച്ചു എന്നത് വിവരണാതീതം. ഗുരുകുലത്തിലെ മറ്റു ബാലന്മാർ അസ്വസ്ഥരായി. അവരിൽ അസൂയ പുകഞ്ഞെരിഞ്ഞു. ഗുരുവിന് എന്താണ് അവനോട് ഇത്ര പ്രേമം? അവനിൽ എന്താണ് പ്രത്യേകിച്ചുള്ളത്? നമ്മളിൽ എന്താണ് ഇല്ലാത്തത്? ശിഷ്യനെ പരിചരിക്കുന്ന ഗുരുക്കന്മാരുണ്ടോ? ഇവൻ നമ്മെ അനാഥരാക്കും. അതിനു മുമ്പ് ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം. സഹപാഠികൾ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തി. പറ്റിയ അവസരം വന്നു ചേർന്നു. ഒരു ദിവസം വെങ്കുശൻ കൂവളത്തില ശേഖരിക്കാൻ ബാബുവിനെ ചുമതലപ്പെടുത്തി. ബാബു കൂവളത്തില പറിക്കുവാൻ തോട്ടത്തിലേക്ക് നടന്നു. ബാലൻ ഒറ്റയ്ക്ക് പോകുന്നത് അസൂയാലുക്കളായ മറ്റു ബാലന്മാർ കണ്ടു. ഇതുതന്നെ അവസരം. അവർ ബില്ലതളം ശേഖരിച്ചു നിന്ന ബാലനെ പുറകെ ചെന്ന് വളഞ്ഞു. പെട്ടെന്നായിരുന്നു ആക്രമണം. ചുറ്റിലും നിന്നവർ വടിയും കയ്യും ഉപയോഗിച്ച് ബാബുവിനെ തല്ലിച്ചതച്ചു. ബാലനാകട്ടെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ നിശബ്ദം എല്ലാം സഹിച്ചു. അപ്പോഴാണ് ഒരുവൻ ഇഷ്ടിക എടുത്തെറിഞ്ഞത്. ശിവസ്വരൂപനായ ബാലന്റെ തിരുനെറ്റിയിൽ തന്നെ ഇഷ്ടിക പതിച്ചു. രക്തം ധാരയായി ഒഴുകി. അതോടെ അക്രമികൾ പിൻവാങ്ങി. ഇനിയും തല്ലിയാൽ ബാലൻ മരിക്കുമെന്നവർക്ക് തോന്നിക്കാണും. കുറച്ചു കഴിഞ്ഞ് ബാബു എഴുന്നേറ്റു. രക്തത്തിൽ കുളിച്ച ബാബു ഇഷ്ടിക കയ്യിലെടുത്തിരുന്നു. ബാബു മെല്ലെ ആശ്രമത്തിലേക്ക് നടന്നു. രക്തത്തിൽ കുളിച്ച് രക്താഭിഷിക്തമായ ഇഷ്ടിക കയ്യിലേന്തി വരുന്ന പ്രിയ ശിഷ്യനെ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ കണ്ട് ഗുരു വെങ്കുശൻ ഞെട്ടിപ്പിടഞ്ഞു പോയി. ആ മഹാപുരുഷൻ ഓടിച്ചെന്ന് ഇഷ്ടിക വാങ്ങി അതിൽ കണ്ണീരഭിഷേകം ചെയ്തു. തൻ്റെ ശിഷ്യഗണങ്ങളുടെ പാപക്കറ സ്വന്തം കണ്ണീരിനാൽ മായ്ക്കുകയായിരുന്നിരിക്കണം ഗുരുനാഥൻ. തൻ്റെ അംഗവസ്ത്രം ചീന്തി ശിഷ്യന്റെ നെറ്റിയിൽ കെട്ടി. അരുമ ശിഷ്യൻ കൊണ്ടുവന്ന രക്തം പുരണ്ട ഇഷ്ടിക വെങ്കുശൻ ശിവലിംഗം പോലെ കയ്യിലേന്തി നടന്നു. പിന്നീട് ഗുരുവിന്റെ സ്മരണയ്ക്കായി ഷിർദി ബാബയും ആ ഇഷ്ടിക സദാ സമീപം വെച്ചിരുന്നു. കല്ലെറിഞ്ഞ ബാലൻ മരിച്ചു. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മറ്റു കുട്ടികൾ ബാബുവിനെ ആശ്രയിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മരിച്ച ബാലൻ ഉണർന്നെണീറ്റു. പിന്നീട് ഏറെക്കാലം ബാബു ഗുരുകുലത്തിൽ തങ്ങിയില്ല. അവിടെ നിന്ന് ബാബു യാത്ര ആരംഭിച്ചു. ആ യാത്ര ചെന്നെത്തിയത് ഷിർദി ഗ്രാമത്തിലും. ഇവിടം മുതലുള്ള കഥയെ ഷിർദി ഗ്രാമത്തിന് അറിയൂ. ഇതിനു മുമ്പുള്ള കഥ അന്ന് ആരും അറിയേണ്ടതില്ലെന്നത് ഭഗവത് സങ്കല്പമായിരുന്നു. പർത്തീശ്വരൻ വെളിപ്പെടുത്തിയ ഷിർദീശ്വരന്റെ ഇത്രയും പൂർവ്വചരിത്രമേ ഇന്നും ലോകത്തിനറിയൂ. ഓം തത് സത്ത്.